വേണ്ടെന്ന് ഇതിലൊന്ന് അടി വിട്ടു ഇനി ചെല്ലുമ്പോ. അപ്പൊ ഞാൻ പഠിക്കണില്ല, സുഖമായി കിടന്ന് ഉറങ്ങാനല്ല, മഴയല്ല. ഞാൻ അത് നോക്കാനായിട്ട് വന്നത്, നീ ഉറങ്ങോടെ പഠിക്കണമെന്ന് അറിയാനായിട്ട്. ഞാൻ ഉറങ്ങുന്ന പ്ലാനിലാണ് ഇരിക്കേണ്ടിയിരുന്നത്. പഠിക്കണമെന്നൊരു കൺഫ്യൂഷൻ ആയിരുന്നു. നോക്കിയപ്പോ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാ. അത് കാരണം വേണ്ടാന്ന് എനിക്ക് വെറുതെ ഇരിക്കുന്നു. നീ പഠിക്കണില്ല അല്ലേ? ഞാൻ പഠിക്കണില്ല, പ്രോമിസ്. ഞാനൊന്നും പഠിക്കണില്ല. നീ പഠിക്കലിക്കൂടെ ഉറപ്പല്ലേ? ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാ. എനിക്ക് കൂട്ടുണ്ടാവില്ല പഠിക്കാത്തവരാരും കേട്ടിരിക്കുന്നു. നീ ഉണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പഠിക്കാത്ത. ഞാനുണ്ട്, നീ പേടിക്കണ്ട. ഇതിനേക്കാൾ ഫസ്റ്റ് ഞാനോ എനിക്കൊക്കെ പഠിക്കാത്തവരാണ്. ഉറപ്പ് പഠിക്കില്ലല്ലോ? ഇല്ല, കിടന്ന് ഉറങ്ങിക്കാ. ശരിയില്ല, കുറച്ചേരം കിടന്ന് ഉറങ്ങാം. പിന്നെ എനിക്ക് പഠിക്കാണ്ടിരിക്കില്ല പൊന്നി. ഞങ്ങള് പഠിക്കാണോ ഉറങ്ങാണോ എന്ന് അറിയാനായിട്ട് വന്നേ. പഠിക്കട്ടെ. എന്തോട് നീ പഠിക്കണമെന്നില്ലേ? പഠിക്കാനൊന്നുമില്ല, കുറച്ചുള്ള അത് നാളെ പഠിക്കും. കുഴപ്പമില്ല. അതുപോലുള്ള പിള്ളേരൊക്കെ പഠിക്കേണ്ടി വരുന്നുണ്ട്. അവള് എന്നോട് പഠിക്കില്ല എന്ന് പറഞ്ഞിട്ടാ പോയത്. അവള് ഉറങ്ങാനാ പോയത്, ഞാൻ ഉറങ്ങണ്ട. അവനാൻ പഠിച്ച അവനവനായി. അല്ല മാർക്ക് പഠിക്കുന്ന പഠിച്ചോ? ആരോട് പറയും? എന്നോട് നീ കിടന്നുറങ്ങുന്നത്? അവളോടെ നല്ല പഠിപ്പാ. ഞാൻ പേപ്പർ പഠിക്കാൻ വേണ്ടി നടന്നു. പഠിക്കേ? അല്ല, അവള് എന്നോട് പഠിക്കില്ല സത്യം ചെയ്തിട്ടല്ല പോയെ. അവള് പഠിക്കണ്ടാവില്ല. നാളെ ആയിട്ട് ചോദ്യം ചോദിക്കുമ്പോ ആരും ഉണ്ടാവില്ല. It's a form of communication for a particular group of persons. It inform them about the important. പഠിച്ചില്ലേ നീ? ഉറങ്ങായിരുന്നു. ഞാനും അതെ, ഞാൻ പറഞ്ഞില്ല എനിക്ക് തലവേദന എടുക്കുന്നു. തലവേദന എടുത്ത് 6 മണി വരെ കിടന്നപ്പോൾ എനിക്ക് സുഖം കിട്ടി. ഇനി ടീച്ചറെ അടി കിട്ടോ? അടി കിട്ടാൻ നമുക്ക് ഒരുമിച്ച് അടി കിട്ടി.